ഹായ് ഗൈസ്, വെൽക്കം ടു എ പുതിയ ദിവസം. പണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് അന്നനെ അടുത്ത് കട്ടെടുത്തുന്ന കട്ടറിന്റെ അമ്മപ്പത്തെ കാട്ടിനറിയാം മുടി കറുപ്പിച്ചാൻ വേണ്ടിയില്ല കൺമശി കുറിപ്പിച്ചു. അങ്ങനെ അമ്മാനെ തലീത്തെ മുടി വാപ്പാനെ മീശം കറുപ്പിച്ചാണ് കൊടുക്കാൻ പോണത്. ഞാൻ ഫാമിലിക്ക് ഒരു ഡിന്നർ കൊടുക്കാൻ പോകുന്നത്, ഒരു കിടുക്കാജി സുറുമാണി ഡിന്നർ. ഏതായാലും എന്റെ വാപ്പാന്റെ കാവ്യാത്മകമായ വാക്കുകൾ അതുകൊണ്ട് പത്തെനിക്ക് വീഡിയോക്ക് ക്യാപ്ഷൻ കിട്ടി, ഫർസിന്റെ കൂടെ ഫർസയിലേക്ക്. ഞാൻ ഇവിടെ ഫർസന്റെ പുറത്ത് മയന്റെ വീഡിയോ എടുത്തോണ്ട് നിൽക്കുമ്പോൾ ഒരു വണ്ടി നിറച്ച് എന്നെ മുടിപ്പിച്ചാനായിട്ട് മണത്തറിഞ്ഞ് വന്നപ്പോൾ എന്റെ ചങ്ങൈമാര് ഒന്ന് മനസ്സമാധാന്റെ പെരക്കാരപ്പം തിന്നാ വെച്ചാൽ സമ്മേക്കൂല റബ്ബെ കൊല്ലല്ലേ തിന്നാൻ വാങ്ങി തരാം. ഇന്റെ അഫ്താബിനോട് എന്താ തിന്നാൻ വേണ്ടി പോകാൻ പറഞ്ഞതാപ്പത്. എനിക്ക് ഇവിടെ എല്ലാം വാങ്ങണം. ബാപ്പാ കേട്ട് ചിരിച്ചൊന്നും വേണ്ട, ഓന് തിന്നാൻ കിട്ടില്ലെങ്കിൽ നിങ്ങളെയും പിടിച്ച് തിന്നും. ഇന്റെ പൊന്ന അഫ്താബ് അത് ഡെക്കറേഷന് വേണ്ടി വെച്ചതാണ്. ഏതായാലും പെരക്കാരും ചങ്ങന്മാർ ഒരുമിച്ച് വന്നത്. ഞാൻ വെച്ചു മഞ്ചേരി ഫസ്റ്റ് സീ ഫുഡ് ബോട്ട് ഓർഡർ ചെയ്യാൻ, ഒരു കപ്പൽ നിറച്ചും തിന്നാൻ. ഏതര മോനെ സാധനം. ഈ കപ്പൽ നിറച്ച് തിന്നാങ്ങനെ കണ്ടപ്പോ എന്റെ മന കണ്ണൊക്കെ 100-110 വാട്സിൽ മിന്നി നിൽക്കുക. എന്നാ പിന്നെ കപ്പലിൽ വയറിട്ടോന്ന് മീനാളെ ഒരു തൽക്കാൻ തിന്നാൻ തുടങ്ങിക്കോളി പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ. ഒരു കടലിൽ എന്തൊക്കെ മീനുണ്ട് അതൊക്കെ ഈ കപ്പലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ ഇത്രയും കാലത്ത് തിന്ന മീനാളെ മാറി ഒന്നല്ലേ മീൻ, അത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. ആഗോലി അൽഫാമും ചെമ്മീനും കൂന്തളും ചുട്ടതും പൊള്ളിച്ചതും ഞണ്ടും അങ്ങനെ എത്തൊക്കെ ഉണ്ട് ഈ കപ്പലിൽ. നമുക്ക് തിന്നല്ല അതിനെ പറ്റി വലിയ ജ്ഞാനമില്ലാത്തതുകൊണ്ട് ഷെഫ് അജിത്ത് വന്ന് കാണും ഇതിനെ പറ്റി ഒക്കെ നമുക്ക് പറഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് ഈ കപ്പലിൽ എടുത്ത് പറയാനുള്ള ഈ കൊറിയൻ പ്രോൺസ് റൈസ് ഇതൊരു മുതൽ സാധനം. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, എല്ലാവരും നിന്റെ ബാക്കി കുറച്ചും കിട്ടി ടേസ്റ്റ് വെക്കാൻ. പക്ഷെ സാധനം കിൻഡൽ സാധനം. മുട്ടയും ഉണ്ടോ? എന്റെ അമ്മാന്റെ എക്സ്പ്രഷൻ കണ്ട അമ്മ കടലിൽ പോയി പിടിച്ചോടുന്ന മീന്മാരുണ്ട്. ഈ ഷെഫിനെ മിക്കവാറും നമ്മൾ തട്ടിക്കൊണ്ടുപോകും. കാരണം പുട്ടിന് മൂപ്പര് വേറെ സാധനം കൊണ്ടുവരണേ. അഫ്താബിനെ അത് ഇങ്ങോട്ട് തുറക്കേറ്റ് കയ്യും കാലും വറക്കും. നീ തുറന്നില്ലെങ്കിൽ ഷെഫിനെ പിടിച്ച് ചൂടുള്ള എണ്ണയ്ക്കൊന്നും അഫ്താബ് പറഞ്ഞ മൂപ്പരോട് പേടിച്ച് തുറന്നു. എത്ത് ചെങ്ങായി ഞാൻ ഈ കാണുന്നത് ഇതെന്നെ ഫർസിത്തെ ഇമാറാത്ത് പ്ലാറ്റർ. അതിന്റെ പോലെ തന്നെ ഈ ചിക്കന്റെ സലാഡ്. എന്റെ മോനെ ഇതൊക്കെ പറഞ്ഞ എവിടെ കൊണ്ടുവെക്കുക. ബാപ്പക്ക് ആദ്യം തന്നെ കബാബ് എന്നൊരു പീസ് സ്വന്തം കാമുകിക്ക് കൊടുക്കുന്നുണ്ട്. എന്റെ അമ്മക്ക് ഏതായാലും വല്യരുന്നാളും വെള്ളിയാഴ്ച ഒരുമിച്ച് വന്ന മാതിരിയാണ്. ആ മോത്ര സന്തോഷം നോക്കണം. മാഷാ അല്ലാഹ്. വാപ്പാരുണ്ട്, പോത്തിന്റെ വാരിലുണ്ട്, വീരപ്പന്റെ മീശമാരുണ്ട്, വീരപ്പന്റെ മീശ പോലെ. പിന്നെ ഫർസിത്തെ ഫിഷ് മാങ്കോ കറി, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. 100ക്ക് 100 വെള്ളപ്പായാലും നൂൽപ്പൊറോട്ടായാലും സെറ്റാ. ഏതായാലും കപ്പലൊക്കെ കരക്കാട് നമ്മൾ ഏറെക്കുറൊക്കെ തീർത്ത്. കോളിഫ്ലവർ മാതിരിയുള്ള എന്തോ പച്ചക്കറിയാണെന്നാ തോന്നണത്. ഇച്ചിരി കൂടുതലാ. ശരിയാ, ഒരു കഷ്ണം കണ്ടാ എത്ര കഷ്ണോ? ഒരു കഷ്ണം തരോളൂ, ഇനി ചോദിക്കരുത്. ഒരുപക്ഷെ ഇത് പിഴിഞ്ഞു തിന്നേണ്ടതായിരിക്കോ? ആ വലിയ പണക്കാരല്ലേ ഊട്ടിന്ന് കൊടക്കനാലിന്ന് കൊണ്ടുവന്ന ഈ റബ്ബർ പോലത്തെ ഏതോ പച്ചക്കറിയാണെന്നാ തോന്നണേ. തിന്ന് നീച്ചാൻ വയ്യാതെ ക്ഷീണിച്ചിരിക്കുന്ന തന്റെ പ്രിയതമയെ കൈ കൊടുത്ത് എണീക്കാൻ സഹായിക്കുന്ന സ്നേഹസമ്പന്നമായ ഒരു ഭർത്താവിനെ നിങ്ങൾ ഇപ്പൊ കാണുന്നത്. ഈ കണ്ട കപ്പലുകൾ മണ്ടി ചെന്നുകൾ തിന്നാൻ പോയിരിക്കണ്ട. ഈ താഴെ കൊടുത്ത് നമ്പറിൽ വിളിച്ചിട്ട് പ്രീ ബുക്ക് ചെയ്ത് തിന്നാൻ പോയിരുന്നോളി. ഇതൊക്കെ പാടുണ്ടാക്കി അജിത് ഷെഫിനെ കാത്തിക്കാൻ ഞാൻ ഇത്ര നേരം പോരുന്നോ എന്റെ കൂടെ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ ചെയ്യാ, എല്ലാവരും ദുആ ചെയ്യാ, ഫോളോ ചെയ്യാ.